കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. എന്നെ ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ ചേട്ടനെ എടുക്കാൻ വേണ്ടി വന്നതാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വരാൻ വന്നതാണ്. ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുപോകും. ജാമ്യം കിട്ടുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ. ഇവന്മാരെയല്ല, ഇവന്മാരെയൊക്കെ തീറ്റിപ്പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തല്ലണം. എന്നാ തല്ലടോ. 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ ഒരു കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. കേസ് ആവുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. അറിയില്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമല്ലോ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. എന്നെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ നിന്നിട്ടുണ്ട് 2 ആഴ്ച. അത് ഇവിടെയല്ല, പാലക്കാടാ, മനോമിത്ര. അവിടെ അന്വേഷിച്ച് അറിയാൻ പറ്റും. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നിങ്ങൾ ലഹരി കഴിക്കാറുണ്ടോ? ഒറ്റ ലഹരി കള്ളടിക്കാറില്ല? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇവിടെ ആരും ഒന്നും ചെയ്യാറില്ല. ചേട്ടൻ കള്ളടിക്കാറുണ്ടോ? ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്നെ ഡി അഡിക്ഷൻ സെന്ററിലെല്ലാം ഉണ്ടാക്കിയത്, ആക്ച്വലി മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഉണ്ടാക്കിയത് എന്നെ. ഈ സജീർ എന്ന് പറയുന്ന ഒരാൾക്ക് 20,000 രൂപ ഷൈന്റെ ഫോണിൽ നിന്ന് കൊടുത്തായിട്ടൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 5,000 രൂപ വെച്ചിട്ട് തരാറില്ല. ഒന്നുമില്ല. 100 രൂപ കിട്ടിയാൽ എനിക്കങ്ങ് പോകായിരുന്നു. ഇതെന്താ നോട്ടടിക്കുന്ന പ്രസ്സോ? താൻ ചെല്ലി, ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല.